ഇവിടെ മൊത്തം വീട്ടാണല്ലോ. ഈശ്വര, പൊട്ടച്ചാരയും വലിച്ചിട്ട് പറഞ്ഞിരിക്കുക. പൂട്ട് തുറന്ന് നമ്മള് വന്നല്ലോ, കള്ളം മാറാൻ നമ്മള് വന്നല്ലോ. അമ്മച്ചി തന്നുള്ളൊരു വീട്ടിൽ കയറി അച്ചാറ് നോക്കാനായി പോകുന്നു. പൊട്ടച്ചാരയും കോമാളി വേഷം കിട്ടി വന്നിരിക്കുക. എന്താടാ ഇതോ? എടാ, ഇത് കള്ളന്മാരുടെ ആസ്ഥാന മേക്കപ്പ്. ഓഹോ മനിയൻ. എടാ, ഇതെന്തുവാന്ന് വെച്ചാൽ അമൃതാടാ, അമൃത്. ഇതൊക്കെ എടുത്ത് കയറ്റി വെക്കടാ. ഗോൾഡോ? ഇട, നിനക്ക് വലിയ ഗോൾഡ് വല്ലതും കണ്ടറിയോ? തമിഴിൽ എന്തുവാ ചള്ളപ്പറ പോകുന്നത്? ഇംഗ്ലീഷൊക്കെ തമിഴിലെന്തോ ചള്ളപ്പറ പോകുന്നത്? അമ്മച്ചേ, അമ്മച്ചേ, ഞങ്ങൾ തിരുടന്മാര്. അങ്ങോട്ട് നമ്മൾ രണ്ടുപേരില്ലയോ? അമ്മച്ചി, ഞങ്ങൾ തിരുടൻ. എന്തുവാടാ തീറ്റക്കാട്ടി വന്നിരിക്കുന്നത്? നിന്റെ ഏതാണ്ട് വലിയ പ്ലാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. നിനക്കൊന്നും അറിയണ്ടല്ലോ. നീ ഇങ്ങിരുന്നോടാ, ഇരുന്നോ. എൻ്റെ പൊന്നടാ, എടാ ഇങ്ങോട്ട് നോക്ക്. നീ ഇവിടെ ഇരുന്നിട്ട് എന്തോ ചെയ്യാനേ? ഒരു 2 ദിവസം കഴിഞ്ഞാലേ പോയി കിടക്കാം ജയിലിൽ. എൻ്റെ പൊന്നണിയോ, നിൻ്റെ കൂടെ എന്നും കൂടിയോ അന്ന് തുടങ്ങി എൻ്റെ കഷ്ടകാലം. വല്ല ബോധമുണ്ടോ? എന്തെങ്കിലും ഒന്ന് പറ. എടാ, നിന്നോടാ ചോദിക്കുന്നത്, എന്തെങ്കിലും ഒന്ന് പറ. നീ മിണ്ടണ്ട. എടാ, നിനക്കൊരു ടെൻഷനും ഇല്ലയോ? എന്തൊക്കെയായിരുന്നു വാട്സപ്പ് സ്റ്റാറ്റസ്? വേ ടു ഗോ ബെൻ ഷോറൂമോ? എന്താ കുഴപ്പം? കുറെ നാട്ടുകാർ വ്യൂ കണ്ടെന്ന് പറയുന്നു. കണ്ടില്ലേ? കുറെ പേര്, 322 പേര് കണ്ടു. 322 അതിന്റെ അനുഭവിക്കുന്നത് കാണുന്നവരൊക്കെ CCTV-കളാ. ഓക്കെ, നല്ലത് വരാനൊന്നുമില്ല. ഇവരൊക്കെ കണ്ട് പ്രാഗീയതാ. നിന്നെ കൂട്ടി എന്നെ വേണം തല്ലാന്. തല്ലടാ. നിന്നെ വിളിച്ചതേ കിടന്ന് ബഹളം ഉണ്ടാക്കാനല്ല. പിന്നെന്തിനാ ഇങ്ങോട്ട് ഈ കാട്ടിലോട്ട് വിളിച്ചു വരുത്തിയത്? നീ പറ. എടാ, എന്തെങ്കിലും ഒന്ന് പറയടാ. എന്തുവാ നിന്റെ പ്ലാൻ? എന്തുവാ? നിനക്ക് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റൂ? ഞാൻ നിന്റെ കൂടെ അല്ലേ, നിന്റെ കൂടെ ആണല്ലോ നിൽക്കുന്നേ. ഇനി 5 ദിവസം കൂടെ ഉള്ളൂ. 5 ദിവസം കൂടെ കഴിഞ്ഞാൽ 5 ദിവസം പോയി കിടക്കാം. ചെക്ക് മുടങ്ങും. അത് നിനക്കും അറിയാം, എനിക്കും അറിയാം. അപ്പൊ നമ്മൾ എന്തോ ചെയ്യണ്ടേ? എന്താ ചെയ്യാനാ? ഇത്ര എമൗണ്ട് നമ്മളെ കൊണ്ട് പറ്റത്തില്ല. പക്ഷെ എൻ്റെ ഒരു പ്ലാനുണ്ട്. നീ എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കണം. നിന്റെ കൂടെ എന്തിനാ നിൽക്കേണ്ടത്? തല്ലണോ, കൊല്ലണോ? നീ ആരെയും മോട്ടിച്ച് എന്തെങ്കിലും പിടിച്ചു പറിച്ചോണ്ട് വരണോ? എന്ത് പറ. നീ ആരും തല്ലും കൊല്ലൊന്നും വേണ്ട. പിന്നെ നീ കക്കണം. കക്കണോ? മോഷണം. അതെ. എടേ, മോഷണം വേണ്ട. നമ്മുടെ നാടല്ല പൊന്നുമോനെ. പിടിച്ചു കഴിഞ്ഞാലേ ഇങ്ങോട്ട് നോക്കിയാ നീ, നമുക്ക് നാട് കാണാൻ പറ്റത്തില്ല. അവരെ ജയിലിൽ കൊണ്ടിടും. എടാ, നീ വിചാരിക്കുന്ന പോലെ ഈ ബാങ്ക് പൊളിക്കോ മോഷണോ അങ്ങനത്തെ ഒന്നുമല്ല. പാങ്ങളെ കക്കൊന്നുമല്ല. ഒരു കള്ളൻ്റെ കയ്യിൽ മറ്റൊരു കള്ളൻ കുറച്ച് പൈസ എടുക്കും. നീ എന്തീ പറയുന്നത്? ഒരു കള്ളൻ്റെ വേറൊരു കള്ളൻ എന്താ വെച്ചാൽ തെളിച്ച് പറ. നിനക്ക് എൻ്റെ അങ്കിൾ തമ്പാനെ അറിയുമോ? എനിക്കറിയാം. ആ ഏച്ചി ചെരുപ്പോലി ഇടാതിരിക്കുന്ന ഏച്ചി തമ്പാൻ. എടാ, നീ വിചാരിക്കുന്ന ഒരാളല്ല ഈ തമ്പാൻ. എടാ, ഈ തമ്പാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അതെ, ഞാനും നമ്മുടെ സജി ഡ്രൈവർ. അതെ, ഞാനും സജിയുടെ കഴിഞ്ഞ വ്യാഴാഴ്ച മോളടിക്കാൻ പോയി. കഴിഞ്ഞ വ്യാഴാഴ്ച
കഴിഞ്ഞ വ്യാഴ്ചയല്ലേ നീ നിന്റെ കൂട്ടുകാരനെ കാണാനെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിലോട്ട് പോയത്? ഒരു തുള്ളി കുടിക്കാൻ കാശില്ലാതെ ആ റൂമിൽ കിടന്നുറങ്ങുന്ന എന്നെ കുറിച്ച് നീ ഒന്ന് ആലോചിക്കണ്ടായിരുന്നു? അതൊക്കെ വിട്, നീ പറയുന്ന കേക്ക്. പറ. ഇയാൾക്കെന്തോ പൈസ കൊടുത്തില്ല, 500 റിയാൽ അങ്ങോട്ട് ചോദിച്ചു, കൊടുത്തില്ല. അത് കള്ളു കുടിക്കാൻ ചോദിച്ചായിരിക്കും. എന്തോ ആയിക്കോട്ടെ. ഇയാളെ കുറേ തെറി പറഞ്ഞു. ഈ തമ്പാനെ തെറി പറഞ്ഞിട്ട് ഇവൻ എൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്ത്? എടി, ഈ തമ്പാനെ ഭയങ്കര ബ്ലാക്ക് മണി ബിസിനസ്സാണ്. ബ്ലാക്ക് മണിയോ? അതെ. നീ വാ, അടച്ചുകൂടി ഈ ചോറ്. ഇയാളുടെ കയ്യിൽ ശരിക്കും ബ്ലാക്ക് മണി ഉണ്ട്. അതെ, അതനുസരിച്ച് ഞാൻ കഴിഞ്ഞ ആഴ്ച ഇയാൾ താമസിക്കുന്നൊരു ഫ്ലാറ്റുണ്ട്. അത് സെപ്പറേറ്റ് ഫ്ലാറ്റാണ്. അത് ഫുള്ള് ഇയാൾ എടുത്തിരിക്കുക. അതിലൊരു ഫ്ലാറ്റിനകത്ത് ഈ ബ്ലാക്ക് മണി. ഞാൻ ഈ സജി പറയുന്നതനുസരിച്ച് ഞാൻ പോയി അന്വേഷിച്ചു. സജി പറഞ്ഞ അവിടെ CCTV കട്ടാന്ന്. അതേടാ, CCTV അവിടെ കട്ടാ. പിന്നെ അവിടുത്തെ കുറേ കാര്യങ്ങൾ നോക്കിയപ്പം സജി പറഞ്ഞ കറക്റ്റാ. അയാൾ എന്തിനാ അവിടെ ഒരു ഫ്ലാറ്റ് എടുത്ത് വെച്ചിരിക്കുന്നു? അതാ ഞാനും ആലോചിക്കും. എടാ, അയാൾക്കൊരു സൂപ്പർ വണ്ടി വരെയുണ്ട്. പോടാ. നമ്മൾ ഈ കാണുന്ന സജി ഓടിക്കുന്ന കച്ചട വണ്ടിയൊന്നുമല്ല, വൻ സെറ്റപ്പാടാ. ഇവിടാണ് നിന്റെ കലാവിരുത്. നീ അവിടെ കാണിക്കണം. നീ ചെല്ലുന്നു, കുത്തി തുറക്കുന്നു, സാധനം എടുക്കുന്നു, സിമ്പിൾ. നമ്മൾ പോകുന്നു, കുത്തി തുറക്കുന്നു, സാധനങ്ങൾ എടുക്കുന്നു, തിരിച്ചു പോന്നു. ഓഹോ, കൊള്ളാടാ. എപ്പോഴാ പോണ്ടേ? ഇതിനൊരു സമയമുണ്ട്. എപ്പോ? അതിന് ഉച്ചയ്ക്ക് 2-നും 4-നും ഇടയ്ക്ക് ഈ സെക്യൂരിറ്റി ഉറങ്ങാൻ പോകും. അതിൻ്റെ ഇടയ്ക്ക് വേണം നമ്മുടെ ഈ പരിപാടി നടത്താൻ. നമ്മുടെ ഈ ഓപ്പറേഷൻ സക്സസ് ആണ്. നീ ചെല്ലുന്നു, കുത്തി തുറക്കുന്നു, സാധനം എടുക്കുന്നു. പഴയ ഒരു ഓർമ്മയൊക്കെ വന്നിട്ട് മുട്ടിക്കാനുള്ളൊരു തൊര. ഞാനൊരു കാര്യം ചെയ്യട്ടെ, പണ്ടത്തെ പോലെ നേരത്തൊക്കെ കരിയൊക്കെ അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് കുറച്ച് എണ്ണയൊക്കെ അങ്ങോട്ട് പിടിപ്പിച്ചൊരു വരട്ടെ. നീ കരി എണ്ണയൊക്കെ തേച്ച് പോരെ, നമുക്ക് പോലോ എനിക്കങ്ങോട്ട് ചരിച്ചിട്ട് വയ്യോ. Just right. Gonna find that hidden stash. Take the loot, then we dash. Comedy with every sneak. Tiptoe dance, we reach the peak. Laughing while we rob the rich. Turn the lock without a hitch. Heist, night, honey. Gonna grab that black money. Laugh it off, funny. Living like a sneak. Funny. ഔട്ട് ഓഫ് കവറേജ്. പിന്നെ എവിടെ പോയി കിടക്കുന്നു? എന്തോടാ ഈ പട്ടാപ്പാല് കരിയും തേച്ച് എന്തൂടെ കാണിക്കുന്നേ? നീ ഒറ്റ എന്നോട് പറഞ്ഞു കരി തെച്ചിട്ട് വരാം. ഞാൻ ഒരു തമാശക്ക് പറഞ്ഞില്ലയോ? എവിടെയും പോയി വിളിക്കും. നിന്നോട് ആരെങ്കിലും പറഞ്ഞോ പട്ടാപ്പാല്? നിനക്ക് ബുദ്ധിയുണ്ട് ഈ പട്ടാപ്പാല് കരി അടിച്ചു വരാനായിട്ട്? നീ ഒറ്റല്ലേ പറഞ്ഞു കരി? എവിടെയും പോയി വിളിക്കും. ഞാൻ ഒരു തമാശക്ക് പറഞ്ഞാടാ. നിനക്ക് എങ്ങനെ പറഞ്ഞാൽ മതി? എവിടെ പോയി വിളിക്കാൻ? നീ ഇവിടെ എവിടെയും പോയിരിക്കും. അല്ലെ നീ വണ്ടിക്കകത്ത് പോയിരിക്കേ. ഏത് വണ്ടിക്കകത്ത്? നിന്റെ വണ്ടിക്കകത്ത്. ഞാൻ ടാക്സിക്കാ വന്നത്. ടാക്സിക്കോ? ആ ടാക്സിക്കാരും കൊണ്ട് ഇപ്പൊ പോലീസ് പരാതി കൊടുത്തു കാണും. ഇപ്പൊ നമ്മളെ പോലീസ് വന്ന് തൂക്കും. ഇല്ല, അയാൾ എന്നോട് ചോദിച്ചു എവിടെ പോവാത്. ഞാൻ പറഞ്ഞു ഞാൻ ഡ്രാമ കളിക്കാൻ പോവാത്. പിന്നെ അയാൾ മഞ്ജുവിനെ അറിയാന്ന് ചോദിച്ചു. ഈ മഞ്ജു എന്ന് പറഞ്ഞ ഏത് നാടകക്കാരിയാണ് എത്ര തൊട്ടും പിടികിട്ടുന്നില്ല. മഞ്ജു ആയിരിക്കത്തില്ല, മജുനിയായിരിക്കും. ഭ്രാന്തൻ. ആര്? നീ? ഞാനോ? അയാള് ഭ്രാന്തന്നല്ല കരുതിയുള്ളൂ. രക്ഷപ്പെട്ടു. നീ പോയി ഒളിക്ക്. നീ നീ പോയി എവിടെയെങ്കിലും പോയി ഒളിക്കേ. എവിടെ പോയി വിളിക്കാനാ? കാണ്ടടി പോയി ഒളിക്കേ. ആ തമിഴ് സെക്യൂരിറ്റി വന്നാ തീർന്നു. ഇവിടെ പോയി വിളിക്കാൻ തമിഴ്. അസ്സലാമലൈക്കും.
வணக்கம் அண்ணா. வணக்கண்ணையோ? ஐயோ வணக்கம் அண்ணா. யாரா நீங்க? இங்க என்னடா பண்றீங்க? என்னை ஏமாத்த முடியாது. நான் ரொம்ப புத்திசாலி. പിന്നെയും വരുന്നു. പ്രാങ്കാ? പ്രാങ്കോ? പ്രാങ്ക് 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 പ്രാങ്കാ? പ്രാങ്ക് പ്രാങ്ക്. എന്റെ വല്യമ്മ വിളിച്ച കുഞ്ഞമ്മ അപ്പൊ ചെല്ലല്ലേ പ്രായിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ? எனக்கு பிராங்க் ரொம்ப பிடிக்கும். கேமரா எங்க இருக்கு? கேமரா எங்க எங்க எங்க? கேமரா எங்க அங்க எங்க? ஓகே ஓகே. வீடியோ எடுத்து எனக்கு அனுப்பு. பிராங்க் எனக்கு ரொம்ப பிடிக்கும். சரியா? എടുത്തിട്ട് எனக்கு அனுப்பணும். ഓക്കെ ഓക്കെ. എടാ ഞാൻ കറപ്പടിച്ചുകൊണ്ട് നീ രക്ഷപ്പെട്ട്. കറപ്പൻ്റെ ഒരു പവറായി. ആ നിന്റെ പരിപാടി ഇവിടുന്ന് പൈസ കിട്ടിയിട്ട് വേണം എനിക്ക് അവളെ വിളിച്ചിറക്കിക്കൊണ്ട് വരാൻ. ഈ പൈസ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നാളെ മറ്റന്നാളോ ബെൻസ് കിട്ടൂടാ. നീ ഇപ്പൊ ഈ കരിയേട്ടങ്ങ് പോയാൽ മതി. ഓ ഇവിടെ നിന്നെല്ലാം കട്ടിട്ട് വേണം മോനെ ബെൻസിന്റെ മണ്ടക്കിരുന്ന് എനിക്കൊരു സ്റ്റാറ്റസ് ഇടാൻ. ആരുമില്ല. തുറക്ക്. ആ വാടാ. ഇതൂടാ. നിന്നെ ആരും കണ്ടോണ്ടല്ലോ തള്ളിക്കൊന്ന് കരിങ്കുരങ്ങ രസം വെക്കും. അയ്യോ ഇങ്ങോട്ട് വാങ്ങിക്ക. പേടിപ്പിക്കാതെടാ മണ്ടൻ. തുറക്ക്. പയ്യെ ശബ്ദമല്ല. ഇല്ല മിണ്ടുന്നില്ല. പൊക്കോ. ഈ ഫ്ലാറ്റാണ് നമുക്ക് എടുക്കാവിടാ. എൻ്റെ കഷ്ട ദൈവങ്ങളെ കാത്തോളണേ ഭഗവാനെ അനുഗ്രഹിക്കണേ. ഇതുകൂടാ സമ്മതിക്കത്തില്ല. ഇതിനകത്ത് മൊത്തം എൻ്റെ കഷ്ടപ്പാട് തീർക്കാനുള്ളത്. താക്കോലാണ്. അതിൻ്റെ ഖജനാവിലുണ്ടാ. എടുക്ക്. ഇതാ നോക്കുന്നത് പോടാ. ഓ ഇതങ്ങ് അകത്തോട്ട് പോയടാ. ഒന്ന് എടുക്കടാ ഡാൻസ് കളിക്കാതെ. എന്നാടാ തുറക്കടാ. നീ ഇങ്ങോട്ട് തുറക്ക്. എനിക്കൊന്നും അറിയുന്നത് നീ തുറക്ക. തുറക്കൂല്ലോ പെട്ടെന്ന്. തമ്പാന്റെ ഒരു പൂട്ട് ഇത് കുത്തി തുറക്കുക. കുത്തി തുറക്ക. എന്നാ പിന്നെ നീ തുറക്ക്. ഇവിടെ തോക്കൊക്കെ എന്നെപ്പോലെ ധൈര്യവും ആത്മബലമുള്ള പട്ടാളക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. തന്നെയൊന്നും കാണിക്കാൻ ഒക്കുകയല്ല. നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോടോ. നിങ്ങൾ പോ പട്ടണം പോ. നിങ്ങളൊരു പട്ടാളം അയ്യോ എന്താണ് പട്ടേ? എന്താ പറ്റിയേ? എന്തുവാടോ തനിക്ക് വല്ല അറ്റാക്ക് വല്ലതും പറ്റിയോടോ? അവിടെ ഞാൻ അറിയാതെ തോക്കെടുത്ത് നോക്കിയല്ലേ? തോക്കൊന്നുമില്ല പട്ടാളം. പട്ടാളം അവിടെ പ്രേതന്റെ പട്ടാളം. പ്രേതവോ? പട്ടാളം 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 അവിടെ ആ റൂമിൽ പ്രേതന്റെ പട്ടാളം. ഇവിടെ പ്രേതം മണ്ണാകട്ടെ ഒന്നുമില്ല. പട്ടാളമാണ് സത്യം. ഞാൻ കണ്ടതാ. എവിടെ? ഇതിന്റെ രൂപം. കർത്തന്റെ രൂപമോ? ഞാൻ നിങ്ങളോടൊക്കെ എപ്പോ മുതൽ പറയുന്നതാ ആ റൂമിൽ എന്തോ ഒരു പ്രേത പ്രശ്നമുണ്ട് പട്ടാളം.
ഞാനിപ്പോ കണ്ടതാ ആ പട്ടാളം. നമുക്കൊന്ന് നോക്കാം. സമാധാനപ്പെട്ട് അതെ, എനിക്ക് ഈ പ്രേതത്തിലും വിഷായാലും ഒന്നും വലിയ വിശ്വാസമില്ല. ഈ വിശ്വാസമില്ലാത്തവർ പോയി നോക്കിയാലേ ഒന്നും കാണത്തില്ല. താനൊരു കാര്യം ചെയ്യും, പട്ടന് മുമ്പേ പോയി നോക്കും, ഞാൻ പുറകെ വരാം. എത്ര പ്രേതത്തിനെ നമ്മൾ കണ്ടിട്ടുള്ളത്. പൊക്കോ. ഓ, എന്താ പട്ടാളം? എടോ, താൻ ആരെയാണോ പേടിക്കുന്നത്? താൻ പോയി പ്രേതത്തിനെ നോക്കണു. പട്ടാളം, ദാ ഈ ഡോറിന്റെ മുന്നിലാണ് ഞാൻ പ്രേതത്തിനെ കണ്ടത്. പട്ടാളം, വലിയ കറുത്തിലുള്ള രൂപമാണ് പട്ടാളം. ഞാൻ കണ്ടതാ പട്ടാളം. എവിടാണോ പ്രേതം? പട്ടാളം, എന്നെ ദയവ് ചെയ്തോന്ന് വിശ്വസിക്കും പട്ടാളം. തോന്നിയതായിരിക്കും ഇവിടെ പ്രേതം പണ്ടാ. പട്ടാളം, ഞാൻ കണ്ടതാ പട്ടാളം. ഒരു കറുത്തിരണ്ട് വിരൂപമായ രൂപം. നോക്കി. ദാ ഇവിടെ നിന്നിരുന്ന പ്രേതോ അങ്ങോട്ടാ പട്ടാളം പോയത്. വേണ്ട 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 വേണ്ട, കളിക്കരുത്. എന്താ പട്ടാളം ഇത്? ഇത് ക്രോസ് ആകട്ടോ. നമ്മൾ ഇനി അബദ്ധവശ പ്രേതത്തിനെ കണ്ടാലും ഒരു ക്രോസ് അങ്ങ് വെച്ചേക്കും, പിന്നെ എടുക്കത്തില്ല. അതൊക്കെ ഇരിക്കട്ടെ. എങ്ങോട്ടാ പ്രേതം പോയത്? ഇതില് ആ വഴി അങ്ങോട്ട് കടന്നു പോണ ഞാൻ കണ്ടത്. താൻ മുമ്പിൽ പോയി നോക്കാം, ഞാൻ പുറകെ വരാം. പിന്നെ പണ്ട് ഡെറാഡൂണി വെച്ച് 10-30 അടി പൊക്കമുള്ള പ്രേതത്തിനെയൊക്കെ നമ്മൾ എത്ര? ഒരു 10-28 അടിയൊക്കെ കാണും. ആണോ? ഇവിടെ ഇപ്പൊ അതല്ലല്ലോ പ്രശ്നം. താൻ പോയി പ്രേതത്തിനെ നോക്കണു. ആ, ധൈര്യമായിട്ട് പോകൂ, ഞാൻ പുറയിലോട്ടോ. താൻ പോടൂ. എടോ, താൻ ധൈര്യമായിട്ട് പോടൂ. എടോ, താൻ എന്നെ പിടിക്കാതെ താൻ മുന്നോട്ട് പോയി പ്രേതത്തിനെ നോക്കണം. പ്രേതമൊക്കെ ഉണ്ടാവുമോടൂ? എനിക്ക് അത്ര വിശ്വാസമൊന്നുമില്ല കേട്ടോ. എന്താ? ഒന്നും കാണുന്നില്ലല്ലോ. അയ്യോ, ഡാൻസ് തവള കളിക്കുന്നവരുണ്ട്. ഓ, ചെറ്റ മുതലാളി ഫോണിൽ കൂടെ അങ്ങ് അറുമാദിക്കുവോ? വയറല്ല, അത് മസില്. അയ്യോ, നമ്മളെ ഫ്ലാറ്റ് ആരെ കുത്തി തുറന്നു. മെസ്സേജ് വന്നടാ സജിയെ. എടാ സജിയെ, എടാ ഓടി വാടാ, നമ്മളെ ഫ്ലാറ്റിൽ കള്ളം കയറിയെന്ന്. കള്ളനോ? നമ്മളെ വീട്ടിൽ കള്ളം കയറിയെന്ന്. ഓടി വാ. മുതലാളി മുണ്ടില്ല. എന്റെ മുണ്ട് മുതലാളി, മുണ്ട്. നീ വരുമ്പോ ആഫ്രിക്കക്കാരനെ വിളിച്ചോ. നിങ്ങളെന്താ അവിടെ നിൽക്കുന്നത്? ഇങ്ങോട്ട് വാ. ദേ, ഈ റൂമിന്റെ ഈ ഫ്ലാറ്റിന്റെ അടുത്ത് വെച്ചാണ് പ്രശ്നം ഉണ്ടായത്. പട്ടൻ ഇവിടെ വെച്ച് ഞാൻ ക്രോസ് വെച്ച് കളയും. അവിടെ നിൽക്കും പ്രേതം. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും കൂടെ പോയി നോക്കാം. നിങ്ങൾ ആരും പേടിക്കണ്ട, എന്റെ കൂടി ഇങ്ങ് വന്നാ മതി. ഞാൻ ഡെറാഡൂണി വെച്ച് ഒരു 10-28 അടി നിങ്ങൾ അവിടെ നിൽക്കുവാണോ? ഈ എന്റെ കൂടത്ത് വരാൻ പറഞ്ഞിട്ട്. ഓ ദൈവമേ, രക്ഷിക്കണേ. എന്തുവാടാ ഇത്? ഇതിന്റെ ഭാഗ്യമാല. ഓ, നിന്റെ ഒരു ഭാഗ്യമാല. ആ, ദേ കിടക്കുന്നു പട്ടര്. ഇയാൾക്ക് ഈ തടിയുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. എടോ പട്ടര, എടോ പട്ടരെ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എന്തോ പ്രേതത്തിന്റെ ശല്യമുണ്ട്. ഉറപ്പാ. ഇയാൾ എനിട്ടെങ്കിലും നമുക്ക് ഇത് എന്താ പറ്റിയെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. പ്രേതമോ വല്ലോ ആണോ? എന്റെ മുണ്ട് താ മുതലാളി. വാടാ മുതലാളി, ചെരുപ്പ് കാലിടും മുതലാളി. ചെരുപ്പ് തേങ്ങ നിന്റെ അപ്പം കൊണ്ടുവരും. കീ എടുക്കടാ. എടാ കീ ഡോറിന്റെ കീ. എടാ കീടാ, ഡോറിന്റെ കീ. ഈ മണ്ടനെ നമ്മളിപ്പോ എന്തോ ചെയ്യും? മുതലാളി നടക്കുന്നത്. ഡോറ് തുറക്കുന്നു. നമ്മൾ ഇറങ്ങി ഓടിയാലോ? ഇവിടെ മാടാ. എന്തിനാ നോക്കി നിൽക്കണം? പോയി നോക്കടാ. വാടാ
വാടാ നോക്കാടാ. ഹാൻഡ്സപ്പ്. ആരും പേടിക്കണ്ട, നമ്മളെല്ലാവരും ഒരു തോക്കിമുനയിലാണെന്ന് തോന്നുന്നു. പട്ടാളം അത് തോക്കിൻ മുനയല്ല, മോപ്പിൻ മുനയാ. ഓ, താൻ എന്തിനാണോ ഈ മോപ്പ് കൊണ്ട് നടക്കുന്നത്? ഞാനേ പെട്ടെന്ന് അതിർത്തിയില്ലാന്ന് ഓർത്തുപോയി. ഈ ഫ്ലാറ്റിന്റെ ഓണർ വന്നിട്ടുണ്ട്. എന്തായടാ മുതലാളി, ഇവിടെ ആരും ഇല്ല. നീ അവിടെയൊക്കെ ഒന്ന് നോക്ക്. Yes, 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 yes. ആ, വെള്ളം ഒഴിച്ചേ. പട്ടറേ എണീറ്റേ. ആ, എടോ എണീണ്ടോ? പിടിച്ചേ. ആ, പട്ടറേ എണീക്ക്. ആ. ഓക്കെ. പട്ടറയ്ക്ക് ഒന്നുമില്ല. എന്താ സംഭവിച്ചെന്ന് പറ. പട്ടാളം, എണീക്ക്. പ്രേതത്തെ കണ്ടില്ലേ പട്ടാളം? താൻ പേടിക്കാതെ നമുക്ക് പോയിട്ട് ആ റൂമിന്റെ ഓണറുമായിട്ടൊന്ന് സംസാരിക്കാം. അയാൾ വന്നിട്ട് പട്ടാളം, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഡോർ എന്തോ കംപ്ലൈന്റ് ആണെന്ന്. ഇന്ന് ഞാൻ ബാത്റൂമിൽ ഇല്ല നോക്കിയില്ല. എന്നാ വാ. അതെന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ? പട്ടാളം പ്രേതത്തെ എല്ലാവരും കണ്ടു. ഓക്കെ അല്ലേ? നിങ്ങൾ എല്ലാവരും എൻ്റെ അടുത്ത് നിൽക്കണം. നമുക്ക് അയാളോട് പോയി ചോദിച്ചിട്ട് തന്നെ കാര്യം. വാ. തുറന്നു. നാട്ടിലെ പോലെ ഒരു ജാഥയ്ക്കുള്ള ആളുണ്ടല്ലോ. സോറി മുതലാളി, ഒരു നിമിഷം നാടാണെന്ന് ചിന്തിച്ചു, ക്ഷമിക്കണം. തമ്പാനെ ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയട്ടെ. അതെ, ഈ വീട്ടിൽ പ്രേതവും പിശാചും ഒക്കെ ഉണ്ടെന്നാണ് അയൽക്കാർ പറയുന്നത്. നമ്മുടെ പട്ടരവിടെ ബോധം കെട്ട് കിടക്കുവായിരുന്നു. കണ്ടതാണ്. മുതലാളി, ഈ വീട്ടിൽ പ്രേതം ഉണ്ടെന്ന് അപ്പോഴേ ഞാൻ പറഞ്ഞല്ലേ മുതലാളി. ഈ ഡോറ് ശരിയില്ലെന്ന് അപ്പോഴേ ഞാൻ പറഞ്ഞല്ലേ മുതലാളി. ഇവിടെ അങ്ങനെ ഒരു താമസിക്കാൻ പറ്റില്ലെങ്കിൽ താമസിക്കണ്ട. കൊച്ചിന് പഠിക്കാൻ പറ്റില്ലെങ്കിൽ പഠിക്കണ്ട. ഒരു പൂജ നടത്തിയെങ്കിലേ പറ്റത്തുള്ളൂ. ഒരു പൂജ മന്ത്രം എന്തെങ്കിലും നടത്തി ഈ പ്രേതത്തിനെ ഇവിടെ ഒഴിപ്പിച്ചേ വേണ്ട. തമ്പാനെ സമാധാനപരമായി നമ്മൾ പറയുന്ന ഒന്ന് കേക്ക്. നമുക്ക് പൂജ നടത്താം. ഇത് എന്തോന്ന് ഇത്? കോച്ചിനോട് വേദന. തമ്പാനെ ഉത്തരവാദിത്തം ഇല്ലാതെ പോകരുത്. ഞങ്ങള് പറയുന്നതും കൂടെ ഒന്ന് കേക്ക്. ഇതെവിടെ പോകുന്നു? അതിന് തമ്പാനെ കൊണ്ട് ഒരു പരിപാടി നടക്കത്തില്ല. അയാൾ കൈ ഒഴിഞ്ഞു. അയാള് പോയി. അപ്പൊ നമ്മൾ അയൽക്കാരെല്ലാം കൂടെ ചേർന്ന് എന്താന്ന് വെച്ചാൽ ഒരു തീരുമാനം എടുക്കും. എന്തേലും ഒന്ന് പെട്ടെന്ന് ചെയ്തേ പറ്റൂ, അല്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. എന്റെ കയ്യിലൊരു മന്ത്രവാദിയുണ്ട്. പുള്ളിയെ വിളിച്ചു കഴിഞ്ഞാൽ വരുത്തി വരച്ച വരെ കൊണ്ടു നിർത്തും, നമ്മുടെ മുന്നേ കൊണ്ടു. അത് നല്ല ഐഡിയ ആണ് കേട്ടോ. ഒരു മന്ത്രവാദി വന്നാലേ ഇവിടെ പ്രേതത്തിനെ പിടിച്ച് കീർത്താൻ പറ്റത്തുള്ളൂ. ഈ മന്ത്രവാദികളെല്ലാം 100 പട്ടാളം ആള് പുലിയാ. ആള് വന്നു കഴിഞ്ഞാൽ ഒന്നും എത്ര പെട്ടെന്ന് ആളെ വരുത്തണം. എനിക്ക് മന്ത്രവാദത്തിനും പ്രേതത്തിനും വിശ്വാസം ഇല്ല കേട്ടോ. ഞങ്ങൾക്ക് അസോസിയേഷൻ പ്രോഗ്രാം ഉണ്ട്, ഞങ്ങൾ പോകും. നിങ്ങൾ പേടിയും വിശ്വാസം ഇല്ലാത്തവരൊക്കെ പോയിന്. ഞങ്ങൾ എന്തായാലും ഒരു തീരുമാനം എടുക്കാം. നമുക്ക് മന്ത്രവാദി വിളിക്കാം. വാ. ഓക്കെ. എവിടെ ഈ പണ്ടാലും വെള്ളം കിട്ടിയോ? ഞാൻ അവിടെ എല്ലാം നോക്കി, അവിടെ ഒന്നുമില്ല. എന്തോ എന്തിനാ വത്സ എന്നെ വിളിച്ചേ? സ്വാമി, ഇവിടെ ഹോമം നടത്താനല്ല, അവിടെ ഫ്ലാറ്റിനകത്താ പ്രേതം. ഫ്ലാറ്റില് പ്രേതം? ഇവിടെ പ്രേതം? അങ്ങോട്ട് വാ. വാ. നമ്മൾ എങ്ങനെ പുറത്തു പോകും? അമ്മരെല്ലാം അവിടെ നിപ്പുണ്ട്. നമ്മൾ പെട്ട് എന്ത് സമാധാനം? തമ്പാൻ ഇവിടെ ഇപ്പൊ വരുമോ? ഈശ്വര, ഞാൻ ബുൾഡോസർ കൊണ്ട് വരാം. ഇനി ഇവിടെയാണ് സ്വാമി. ഇവിടെ പട്ടരാണ് കണ്ടത്. പട്ടർ ബോധമില്ലാതെ ആശുപത്രിയില്ല. എന്താ സ്വാമി? കേട്ടോ, പോയി നോക്കണം. സൗണ്ട് കേട്ടോ? പോയി നോക്കണം. ഭൂതത്തിന്റെ മണം, ഭൂതത്തിന്റെ മണം, പ്രേതത്തിന്റെ മണം. ഞാൻ ഭൂതത്തെ കണ്ടു. മുക്കാല. മുക്കാല്
അത് ഏറെമാന്റെ പാട്ടല്ലോടൂ. അയ്യോ സ്വാമി, പോക്കർത്തരം കാണിക്കല്ലോ കേട്ടോ. സ്വാമി അതെന്തോ ക്ഷമിക്കപ്പെട്ടാണ്, ക്ഷമിക്കും. കള്ളൻ. പെട്ടോ പെട്ട് നമ്മളിനി എന്തോ ഇവിടെ അല്ലടാ, ഒരു മിനിറ്റ്. അത് നമ്മുടെ സ്വാമി, വാതിൽ തുറക്കൂ. അയ്യോ വാതിൽ തുറക്കാൻ താക്കോലില്ല സ്വാമി. താക്കോൽ എവിടെ? വാതിൽ അവരിത് പൂട്ടിക്കൊണ്ട് പോയി. ആ എന്നാ പിന്നെ എന്റെ കാശ് തന്ന് വിട്ടോ. ഞാൻ എല്ലാ ഭൂതത്തിനെയും പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പൊ താക്കോലിന്റെ ആവശ്യമില്ല. പണി കൊടുക്കുന്നുണ്ട്. താക്കോല് ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. താക്കോലിന്റെ ആവശ്യമില്ല. അല്ല, താക്കോല് ഞാൻ അറേഞ്ച് ചെയ്ത് തരും. സ്വാമി താക്കോല് സംഘടിപ്പിച്ച് തരാം. ആ തമ്പി, എടാ കള്ള തമ്പി, അവൻ്റെ താടി. എടാ നിനക്ക് ഓർമ്മയില്ലയോ, അവൻ ഒറ്റത്തും കാരണമാണ് ഞാൻ 6 മാസം ജയിലിൽ പോയി കിടന്നത്. എടാ മറ്റേ നമ്മുടെ അതന്നെ. ഓ ഇവൻ ഒറ്റ കാരണം കള്ള തമ്പി. ഓ അവൻ തടി വെച്ചും മെലിഞ്ഞും വരും. അവന് നീ എന്നെ കൊടുക്കാൻ കൊണ്ടുവന്നോ ഇങ്ങോട്ട്. ആ സ്വാമിക്ക് നമ്മൾ സ്വാമി രക്ഷിക്കും. എങ്ങനെ രക്ഷിക്കുമെന്നാടാ? ഇനി അടുത്ത 6 മാസം ജയിലിൽ പോയി കിടക്കേണ്ടതായിട്ട് വരുവോടാ? ഓ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തൊലയ്ക്ക്. നമുക്ക് ഈ സ്വാമി വെച്ച് ഇവിടുന്ന് എസ്കേപ്പ് ആവാം. എങ്ങനെ രക്ഷപ്പെടും? സ്വാമി അകത്ത് കയറണം. സ്വാമിയെ വിളിച്ചിരുത്തി ചായയും കൂടെ കൊടുത്തുവിടെ. എടാ നമ്മൾ എങ്ങനെ രക്ഷപ്പെടുമെന്ന് പറഞ്ഞേ. നിന്റെ ഐഡിയ ആണല്ലോ നീ പറയടാ. ഇനി എങ്ങാനും ശരിക്കും പ്രേതം വല്ലതും കാണുമോ? ഇങ്ങോട്ട് നോക്കടാ, നമുക്കിവിടുന്ന് രക്ഷപ്പെടണ്ടേ? എന്തെങ്കിലും ഒന്ന് പറയടാ. കള്ളസ്വാമി സിംഗിടുകളും എല്ലാം കൂടെ വെളി വന്ന് നിൽപ്പുണ്ട്. എന്തെങ്കിലും ഒന്ന് പറയടാ, രക്ഷപ്പെടണ്ടേ? ഒരു ഐഡിയ ഉണ്ട്. എന്താ ഐഡിയ? നമുക്ക് സ്വാമി ഒന്ന് വിളിച്ചാലോ? ആ കള്ളനെ ആരുമില്ല ഇവിടെ. ജസ്റ്റ് ഒന്ന് വിളിക്കാം. എന്നിട്ട് പുള്ളി കയറി വരും. നമുക്ക് കാര്യങ്ങളെല്ലാം പറയാം. ചെല്ലടാ. ആരുമില്ല. ആ പൊട്ടാളമാണ് ഇതിന് എല്ലാത്തിനും കാരണം. തമ്പി അയ്യോ ഇവിടെ നിന്നാണല്ലോ. എന്തുവാ കള്ളത്തമ്പി ഒരു മൂത്ത് എഴുതി വെച്ചിട്ടുണ്ട്. സ്വാമി എന്തുവാടോ? എനിക്ക് ഒരു ഉൾവിളി ഉണ്ടായി. ഉൾവിളി ഇവിടെ വെച്ച് ചെയ്താൽ മതി. പൂജ ഇവിടെ വെച്ച് ചെയ്യാം. ഇവിടെ വെച്ച് ചെയ്താൽ നല്ല ഫലം കിട്ടും. ഇപ്പം എനിക്ക് കിട്ടിയതാ. ഓ നമുക്കിവിടെ വെച്ച് ചെയ്യാം. സ്വാമി ഞങ്ങൾ താക്കോലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സ്വാമി പതുക്കെ ഇത് വെച്ച് അകത്ത് തുറന്നിട്ടേ അകത്ത് വെച്ചങ്ങ് ചെയ്താൽ മതി. അതായിരിക്കും നല്ലത്. അല്ല ഇവിടെ വെച്ച് ചെയ്യാം. അല്ല ബലം കുറയും. അല്ലേ 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 അതാ നല്ലത്. അകത്ത് കയറി പൂജിക്കുന്ന നല്ലത്. പിന്നെ ഞങ്ങൾ പൂജയ്ക്കുള്ള എല്ലാ സെറ്റപ്പും കൊണ്ടുവന്നിട്ടുണ്ട്. തേങ്ങ എങ്ങനെയാണോ വെക്കുന്നത്? തിരിച്ചല്ലേ വെക്കേണ്ടത്. കർപ്പൂരം വെച്ചോടെ. ഇളക്കാതെ സ്വാമി കർപ്പൂരം കത്തിക്കേ, കത്തിച്ചുകൂടെ. എന്ത് പറ്റി? തീപ്പെട്ടി എടുക്കാൻ മറന്നുപോയി. ലക്ഷണക്കേട് നമുക്കിവിടെ ചെയ്യാം. ഉൾവിളി ലക്ഷണക്കേട് നമുക്കിവിടെ ചെയ്യാം. നമ്മുടെ ലൈറ്റർ ഉണ്ടല്ലോ. സ്വാമി കത്തട്ടെ. പോ, ധൈര്യമായിട്ട് ചെയ്. ഞങ്ങൾ പുറത്തുണ്ട് കേട്ടോ. കേറിക്കോ. ലക്ഷണക്കേട് നമുക്കിവിടെ ചെയ്യാം. ഇവിടെ ചെയ്യാം. ഒരു പ്രാവശ്യം കത്തിച്ചാൽ മതി. ഒരു ലക്ഷണക്കേടുമില്ല. സ്വാമി ധൈര്യമായിട്ട് അങ്ങോട്ട് പോകും. കേറിക്കോ സ്വാമി. നമ്മളിവിടെ നിൽക്കുമല്ലയോ? നമ്മളിവിടെ നിൽക്കുമ്പോൾ അങ്ങനെ ഒരു താക്കോലിങ്ങിതാ ഞാൻ തുറന്നു. നിങ്ങളങ്ങ് കയറി പോയാൽ മതി. തുറന്നു കേറിക്കോ. പിടിച്ച് തിരിക്കുന്ന സമയം അങ്ങോട്ട് കേറിക്കോ.
ആ കേറി പോ സ്വാമി അങ്ങോട്ട്. ആ ഡോറിങ് അടച്ചു. പ്രേതമാണല്ലോ. വന്ന് വന്ന് പ്രേതങ്ങൾക്ക് വരെ എൻ്റെ പേരറിയാം. വാട്സപ്പ് ഗ്രൂപ്പ് എല്ലാം കാണുമോ? എന്ത് ചെയ്യാനിനി? ഗ്രൂപ്പായിട്ട് വന്ന് പിടിക്കാതെ അയ്യോ, തട്ടിപ്പോയോ? തമ്പി എടാ കള്ളത്തമ്പി, ഇവരെങ്ങനെ ഇപ്പൊ കൊല്ലിഞ്ഞ കള്ളത്തമ്പി കൊല്ലിഞ്ഞ തമ്പി. എവിടെ എടുത്തോണ്ട് പോവാ? എടുക്കുന്ന എടുക്കണ അങ്ങോട്ട്. അയ്യോ, എന്തോ വെയിറ്റാടാ ഈ കോലമാടനെ. നല്ല തീറ്റയായിരിക്കും. തമ്പി ഒരെണ്ണം അങ്ങോട്ട് കൊടുത്താലോ അങ്ങോട്ട്. പൊക്കിയെടുക്കാം. പൊക്ക് 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 പൊക്ക്. ഓ അവൻ്റെ ഒരു താടി. എന്റെ മുഖത്ത് നോക്കടാ. പ്രേതമല്ലടാ, എന്റെ മുഖത്ത് നോക്കിട്ട് പറയണം. തമ്പി ഇത് ശ്യാമ് നിങ്ങളുടെ റോഡ് കേസിലെ കേസിലകത്തു. അപ്പൊ നമ്മളെല്ലാം നിന്നെ കണ്ടി കുതിരാടാ ഞാൻ. എന്റെ അടുത്ത കളി. എടാ നിനക്കെന്നെ അറിയില്ല. ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. ഞങ്ങളുടെ പെട്ടടക്കുക പ്ലീസ്. സ്വാമി പ്ലീസ്, ഞങ്ങൾ കാല് പിടിക്കാം. ഞങ്ങളിവിടെ പെട്ട് കിടക്കുമോ സ്വാമി? ഞങ്ങൾ സ്വാമിക്കല്ല വേറെ ആർക്കും രക്ഷിക്കാൻ പറ്റത്തില്ല സ്വാമി. മുണ്ടൊക്കെ അടിച്ചിടാം. കൂള പ്ലീസ്. കൂള സ്വാമി പ്ലീസ്. പ്രേതം മന്ത്രവാദി അകത്തോട്ട് പോയിട്ടുണ്ട്. കേട്ടോ ശബ്ദം കേട്ടോ? പുള്ളി പ്രേതത്തെ പിടിച്ചു. അതാണ് കാര്യം. നിങ്ങൾക്ക് രക്ഷപ്പെടണം. രക്ഷിക്കാം. പക്ഷേ ദക്ഷിണ കൂടും. നീ യുവമിണ്ടരുത്. സ്വാമി അല്ലാതെ വേറെ ആരും രക്ഷിക്കാൻ സ്വാമി പ്ലീസ്. സ്വാമി പ്ലീസ്. നിന്നെയൊക്കെ രക്ഷിക്കാം. നിന്നെ രക്ഷിക്കാം. ഞാനിത് ഇവിടുന്ന് ഇറങ്ങിയോണ്ടല്ലോ, നിന്നെയായിരിക്കും ഞാൻ ആദ്യം ഭാഗത്താക്കുന്നത്. പട്ടാളത്തിന്റെ ഇടി അറിയാമല്ലോ മാത്രം. യവനൊക്കെ പുറത്താണ്, എനിക്കൊന്ന് കാണണം. നിന്നെ രക്ഷിക്കാം. നിന്നെ ഞാൻ രക്ഷിക്കാം. കാണാം. കാണണം. യവനൊക്കെ ഒന്ന് കാണണം. സ്വാമിയുടെ അനക്കൊന്നും കേൾക്കുന്നില്ലല്ലോ. വെച്ചിട്ടുണ്ടടാ. നീയൊക്കെ പുറത്തിറങ്ങിയാലല്ലേ എന്നെ അകത്താക്കാൻ പറ്റൂ. നിനക്ക് തോന്നുന്നുണ്ടോ തെണ്ടി കാരണം രക്ഷപ്പെടുമെന്ന്? ഒന്നുകൊണ്ട് പേടിക്കില്ല. പ്രയത്നം പിടിച്ചിട്ടുണ്ട്. ഇനി സുഖമായി ജീവിക്കാം. യാതൊരു കുഴപ്പമില്ല. ഒന്നുകൊണ്ട് നിങ്ങൾ ഇനി പേടിക്കണ്ട. അയ്യോ, പട്ടാളം എല്ലാം തല്ലി ഓടിക്കാൻ പറ്റേ. പട്ടാളക്കാരോടാണല്ലോ അതിന്റെ കള്ളത്തരം. എന്നെ തല്ലിയല്ലേ? ഞാനേ തന്നെ ശാപിക്കും. സത്യം പറയാം, ഇതിനകത്ത് പ്രേതമല്ല, ഇതിനകത്ത് കള്ളന്മാരാണ്. കള്ളന്മാര് ഇങ്ങോട്ട് നോക്കടാ. നീ ഒറ്റോർത്തം കാരണോ ഞാനിതല്ലേ ഇറങ്ങി തിരിച്ചത്. നീ സമാധാനിക്ക്. നോക്കടാ, നോക്ക് കരിയും തേച്ച് ഇതെല്ലാം ഇറങ്ങി തിരിച്ചപ്പോ നിന്റെ കൂടെ എന്ന് ചേർന്ന് അന്ന് തുടങ്ങി എന്റെ കഷ്ടകാലം. ഇവിടെ എവിടെയെങ്കിലും കാണും. എവിടെയാ ബ്ലാക്ക് മണി? എന്തേ ബ്ലാക്ക് മണി? എന്തെങ്കിലും ഒന്ന് പറ. എടാ, അയാൾക്ക് ബുക്ക് വെച്ചോടാ.
നോക്ക്, അയാൾ പാട്ടുകാരനും ബുക്ക് കച്ചവടക്കാരനുമാ. നിനക്കിങ്ങനെ നിന്നാ മതിയല്ലോ. എനിക്ക് ഭ്രാന്തളകിട്ട് വയ്യ. നോക്കടാ, നോക്ക്, അയാൾക്ക് ബുക്ക് കച്ചവടമാടാ, ബുക്ക് കച്ചവടം. ഇത് കണ്ട് കിടക്കുന്നു ബുക്ക്. American dollar. എടാ ഇങ്ങോട്ട് ഒന്ന് നോക്കിക്കേ. എന്തോടാ? അയ്യോ ഡോളറിടാ. റോളറോ? എടാ ഡോളറാടാ, ഡോളർ. അയ്യോ എടാ ബുക്ക്, ആ കാട്ടുകൊണ്ടാകത്ത് ബുക്കിനെ നിറച്ച് ഡോളറായിരിക്കൂടാ. അയ്യോ ഉമ്മ വെച്ച് കരിയാക്കടാ. ഡോളർ ആദ്യമായിട്ടാ കാണുന്നത്. നമുക്കിതെല്ലാം അങ്ങ് പൊക്കിയാലോ? എല്ലാം ബുക്കണ്ട. ഇതിപ്പോ 100 പേജിന്റെ ബുക്കാ. ഏകദേശം ഇത് 4 എണ്ണം വീതം ഒട്ടിച്ചിരിക്കുന്നത്. നമുക്കതെല്ലാം അങ്ങ് പൊക്കിയാലോ? 10-15 റിയാലില് ഏകദേശം ഉണ്ട്. എടാ നമുക്കിതെല്ലാം കൂടി ഇങ്ങ് കൊണ്ടുപോവാ. തന്നെ എടുത്താ മതി. എടാ എന്റെ സ്റ്റാറ്റസ്, എന്റെ ഫോട്ടോ, നിന്റെ സ്റ്റാറ്റസ് എല്ലാം പറക്കെടുക്കാൻ പറ്റത്തില്ല. അല്ലടാ എന്നാലും പറയുന്ന കേക്കടാ. ഒന്നും എല്ലാം പറക്കെടുക്കാൻ പറ്റത്തില്ല. ആദ്യത്തെ 10 എണ്ണം എടുത്താൽ മതി. ഇല്ലെങ്കിൽ അമ്മ വന്ന് നമ്മളെ പൊക്കും. നീ ആദ്യം ഉണ്ടല്ലോ നിന്റെ ഈ കരിയും സാമാനം തുടച്ചു കളഞ്ഞോ. എടിയിപ്പം അമ്മ സ്വാമിയുടെ പുറകെ പോയിട്ടുണ്ട്. ഓക്കെ, ആ സമയം കൂടെ നമുക്ക് രക്ഷപ്പെടാം. നമ്മുടെ തമ്പാന്റെ ഒരു പാൻ്റ് അവിടെ കിടപ്പുണ്ട്. എവിടെ? ഞാൻ കണ്ടവിടെ. ഒന്ന് പിടയ്ക്കാണിക്കടാ. എടുത്തു വെക്കടാ വേഗം. വരുന്നു. തമ്പാന്റെ ഒരു പാൻറ്. ഇതു കാണിക്കുന്ന ഇത് എടുത്തൊന്ന് കെട്ടണമെന്ന്. ഇതെന്തോ ചെയ്യും? ഒന്ന് പോ. എന്നെ ആരും കണ്ടു കഴിഞ്ഞാലേ കക്കൂസ് കഴുകാൻ വന്നയാന്ന് പറഞ്ഞാൽ മതി കേട്ടോ. എടാ മൊത്തം ആൾക്കാരാണല്ലോടാ. മൊത്തം ആൾക്കാരാ. നമ്മൾ ഇതെന്തോ ചെയ്യും? ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ ഇതെടുത്ത് ബാൽക്കണി താഴെ എടുത്തിടാം. ഓക്കെ, നീ ഇടുന്ന സമയം കൊണ്ട് നീ ഓടി സ്റ്റെപ്പിൽ കൂടെ സാധനം പോയി താഴെ പോയി എടുത്തോണം. ഏത് ബാൽക്കണിയാണെന്ന് അറിയോ? ആ നേരത്തെ ഓക്കെ. കവർ അവിടെ ഇല്ല. ഇല്ല, ഞാൻ അവിടെ എല്ലാം നോക്കി. അവിടെ സത്യമാടാ. നീ പോയി നോക്കടാ. അവിടെ ഉണ്ട്. അവിടെ ഇല്ല. ഞാൻ പോയി നോക്കാം. നോക്കണ്ട, ഉള്ളതാ. എടാ ഇനി വല്ല വേസ്റ്റ് കാര്യം എടുത്ത്. നീ ഒന്ന് പോയിരുന്നേറ്റ്. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നിന്റെ കണ്ണൂർ നോക്കിയിടുന്നു. എന്നോട് ആദ്യം പറഞ്ഞില്ലേ പോയി നോക്കാനായിട്ട്. എന്ത് ചെയ്യണം? ഞാൻ അവിടെ നോക്കിയടാ. അവിടെ ഇല്ല. നോക്കിയതാടാ. എടാ നീ വിഷമിക്കാതെ. പണ്ടാരക്കാലം. ചിരിക്കടാ. അയ്യോ, ஷூட்டிங் முடிஞ்சிச்சா? எல்லாம் எடுத்தாச்சா? என்னடா பிரச்சனை? അത് പിന്നെ പ്രശ്നമുണ്ടല്ലോ അണ്ണാ. ഇവന്റെ മോളുണ്ടല്ലോ, ഇവന്റെ മോള് 4 പ്രാവശ്യം 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതി തോറ്റുപോയി. പിന്നെ 5ാമത്തെ പ്രാവശ്യം പരീക്ഷ എഴുതാൻ വേണ്ടി ബുക്ക് വേണമല്ലോ. അത് പിന്നെ ഞങ്ങൾ ഇവിടുത്തെ അങ്കിളുടെ വീട്ടിൽ നിന്ന് ബുക്ക് മേടിച്ചിട്ട് മറ്റേ കറുത്ത അതിനകത്ത് നിറച്ചിട്ട് ഞങ്ങൾ ജനലിക്കൂടെടുത്ത് താഴെട്ട് ഞങ്ങൾ അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്കിന് ആ ബുക്ക് ആരും എടുത്തോണ്ട് പോയെന്നെ. ഇവന്റെ മോളിന് 5ാമത്തെ പ്രാവശ്യം ബുക്ക് കിട്ടാത്തോണ്ട് തോറ്റു പോകും. நான் தேடி பார்க்குறேன். ஓகே, வெயிட் பண்ணுங்க, நான் தேடி பார்க்குறேன். 10ാം ക്ലാസ്സിലെ പരീക്ഷയുടെ അങ്ങോട്ട് നിന്ന് പറയുന്നത്. പിന്നെ ഞാൻ എന്ത് പറയാനാ? ഞാൻ കൊണ്ട് കളഞ്ഞു തന്നു. നിനക്ക് നിന്റെ ഇതേ അങ്ങോട്ടും ഞാൻ ദേ ഇങ്ങോട്ടും പോകും. ഞാൻ നീയായിട്ട് ഇനി ഒരു ബന്ധവുമില്ല. എന്ത് പരിപാടി എടുത്താലും ഇത് തന്നെ ഗതി. നീ എന്നോട് തന്നെ പറയാനുള്ളത് ഇത്. ഞാൻ നീ വിളിക്കുന്നിടത്തെല്ലാം വന്നിട്ടില്ലയോ? ഇനി നിനക്ക് നിന്റെ വഴി. ഞാൻ കേൾക്കണം. ഞാൻ ഇത് തന്നെ കേൾക്കണം. നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. ഞാൻ കൊണ്ട് കളഞ്ഞു. ഇത്രയും കഷ്ടപ്പെട്ട് പോയില്ലോടാ. പിന്നെ ഞാൻ കൊണ്ട് കളഞ്ഞു തന്നോ? പറടാ, പറ. இதா பாருங்க, வெளியே இருந்தது. இந்த பேக்கா பொறுத்த இருந்துடா. அதான் எடுத்து வச்சிருந்தேன். கொடுத்தா காசு கிடைக்கும்ல? കാശ് கிடைக்கும். ஓகே ஓகே, അണ്ണൻ ദൈവമാണ്. நல்லா படிக்க சொல்லு. சரியா? சரியா, நல்லா படிக்க சொல்லு. ஓகே, മോളോട് പറയണം നല്ലതായിട്ട് പഠിക്കാൻ കേട്ടോ. ஓகே, சரியா? ஓகே ஓகே, வீடியோ அனுப்புனா. சரியா? ஓகே, അനുപ്പ. ഓ നമ്മള് രക്ഷപ്പെട്ടു. പൊട്ടന്മാരെയാണോടാ സെക്യൂരിറ്റി എടുക്കുന്നത്? പിന്നെ അമേരിക്കൻ ബസ്സിന് എടുക്കാൻ പറ്റൂ.